ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഗാസയിലെ ഭരണം ഉപേക്ഷിക്കാൻ ഹമാസ് തയ്യാറാവണമെന്ന് അറബ് രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ആവശ്യപ്പെട്ടു. സൗദി അറേബ്യ, ഖത്തർ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളാണ് ഹമാസിനോട് ഭരണം വിട്ടുപോകാൻ നിർദ്ദേശിച്ചത്. ഇസ്രയേലിനും പാലസ്തീനുമിടയിൽ ദുരാഷ്ട്ര പരിഹാരം പുനരുജ്ജീവിപ്പിക്കുന്നത് സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭ സമ്മേളനത്തിൽ അംഗീകരിച്ച 7 പേജുള്ള രേഖയിലാണ് ഈ രാജ്യങ്ങൾ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നിർദ്ദേശത്തെ അറബ് ലീഗും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെ 17 രാജ്യങ്ങൾ പിന്തുണച്ചു. നിലവിലെ യുദ്ധത്തിന് കാരണമായ 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തെ UN പ്രമേയം അപലപിക്കുകയും ചെയ്തു. UN അംഗീകരിച്ച പ്രമേയത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി പലസ്തീൻ രാഷ്ട്രം എന്ന ലക്ഷ്യത്തിനു വേണ്ടി ഗാസയിലെ ഭരണം ഹമാസ് അവസാനിപ്പിക്കുകയും ആയുധങ്ങൾ പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറുകയും വേണം. ഇസ്രയേലും ഹമാസും ഗാസ വിട്ടുപോകണമെന്നും പലസ്തീൻ അതോറിറ്റിക്ക് പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അവസരം നൽകണമെന്നും UNലെ പലസ്തീൻ പ്രതിനിധി സംഘം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പ്രമേയം. ഫ്രാൻസ്, ബ്രിട്ടൻ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളും രേഖയിൽ ഒപ്പുവച്ചിട്ടുണ്ട്. ഇസ്രയേലും അമേരിക്കയും യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. യുദ്ധം അവസാനിപ്പിച്ച ശേഷം ഗാസയെ സുസ്ഥിരമാക്കാൻ വിദേശ സൈന്യത്തെ വിന്യസിക്കണമെന്നും യോഗം അഭിപ്രായപ്പെട്ടു. സൗദി അറേബ്യയ്ക്കൊപ്പം സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച ഫ്രാൻസ് ഈ പ്രഖ്യാപനത്തെ ചരിത്രപരമെന്നാണ് വിശേഷിപ്പിച്ചത്. അറബ് രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റിലുള്ളവരും ഹമാസിനെ അപലപിക്കുന്നു. ഒക്ടോബർ 7 അപലപിക്കുന്നു. ഹമാസിന്റെ നിരായുധീകരണത്തിനായി ആഹ്വാനം ചെയ്യുന്നു. പലസ്തീൻ ഭരണത്തിൽ നിന്ന് അവരെ ഒഴിവാക്കാൻ ആവശ്യപ്പെടുന്നു. ഭാവിയിൽ ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനാണ് ഉദ്ദേശം. ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരോ കൂട്ടിച്ചേർത്തു.